ഹായ് എവ്രി വൺ. ഇത് തൃശ്ശൂർ ജില്ലയിലുള്ള വാഴാനി ഡാം, ഓട്ടുപാറ വടക്കാഞ്ചേരിയിലുള്ള വാഴാനി ഡാമാണ്. കുറേ ഡാമുകളുണ്ട്, അതിൽ ഒരു ഡാമാണത് കേട്ടോ. കുറച്ചധികം നമുക്ക് കാണാനും കുറച്ച് കാഴ്ചകളുള്ള നല്ല ഭംഗിയുള്ള ഒരു പ്ലേസാണ്. ഇതൊക്കെ നല്ലൊരു ഗാർഡനും പിന്നെ ഡാമിൻ്റെ മുകളിലൊരു വ്യൂവും പിന്നെ ഒരു തൂക്കുപാലവും പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കും പിന്നെ ഇതാ ഫോറസ്റ്റ് ആ ഒരു ഏരിയയും പിന്നെ ഒക്കെ ഇതാ നല്ല മലകളും കുന്നും ചെരുവുകളും ഒക്കെയുള്ള നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് വാഴാനി ഡാം എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ വാഴാനി ഡാമിൻ്റെ മുകളിലൂടെ നടന്നതാനിപ്പോൾ ആ ഗാർഡനിലേക്കും അവിടുന്ന് ആ പാർക്കിലേക്കും അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന ആ സ്ഥലത്ത് പോയിന്റിലേക്കും എത്തിയിട്ടത്. ഇപ്പോൾ ഞങ്ങൾ ഡാമിൻ്റെ മുകളിലാണ്. അപ്പോൾ നല്ല വ്യൂ ആണ്. ഇവിടുന്ന് താഴേക്ക് നോക്കുമ്പോൾ നല്ലൊരു തിക്നെസ് ആയിട്ടുള്ള നല്ല നാച്ചുറൽ ലുക്കായിട്ട് അല്ലെങ്കിൽ സ്കൈയും ആ ഒരു നാച്ചുറൽ ഗ്രീനറിയും ഒക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇത് വാഴാനി ഡാമിൽ നമ്മൾ ഡാമിൻ്റെ ഭാഗമാണ്. ഡാമിൽ നിന്ന് വെള്ളം താഴോട്ട് കുത്തി ഒലിക്കുന്ന ആ ഒരു ഭാഗമാണ്. ഇപ്പോൾ വെള്ളം അവിടെ ഇല്ല, കാരണം റൈനി അല്ലാത്തത് കൊണ്ട് അവിടെ ക്ലോസ്ഡ് ആണ്. ഇനിയിപ്പോൾ ജൂൺ ജൂലൈ ആ ടൈമിൽ നല്ല മഴ പെയ്യുമ്പോൾ അത് തുറക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. ആ സമയത്ത് വരുമ്പോൾ ഇതിലൊക്കെ ഫുള്ള് വെള്ളമായിരിക്കും. അപ്പം നമുക്ക് അത് കാണാൻ വരുന്നതായിരിക്കും ഒന്നുകൂടി ബെറ്റർ ആവുക. അപ്പം ഞങ്ങൾ ഒന്ന് മൈൻഡ്ഫുൾ വാക്കിങ്ങിന് ഇറങ്ങിയത് കൊണ്ട് ഇടയ്ക്കൊന്ന് വരാറുള്ളൊരു പ്ലേസാണിത്. അഥവാ നമ്മളൊരു പ്യുവറായിട്ടുള്ള ഒരു എയർ ഒന്ന് ആസ്വദിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് ആ നമ്മുടെ ഒരു നെഗറ്റീവ് ഇമോഷൻ ഒന്ന് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒന്ന് സെൽഫിനെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്യൂരിഫൈ ആയിട്ടുള്ള ആ ഒരു പ്ലേസിലേക്ക് ഇടയ്ക്കൊന്ന് ഞങ്ങൾ വരാറുള്ളത് കൊണ്ട് അങ്ങനെ വന്നതാട്ടോ. ഇവിടെ നല്ല വെള്ളം, ഇതിലൊക്കെ നല്ല വെള്ളം വന്ന് ഇവിടെ നിന്ന് കാണുക തന്നെ ഇല്ല, കംപ്ലീറ്റ് വെള്ളമായിരിക്കും ഇവിടെ. അപ്പോൾ ആ റൈനി സീസണിൽ വരുന്നതായിരിക്കും ഒന്നും കൂടി നല്ലത്. അപ്പോൾ നമുക്ക് കുറച്ചധികം ഇതിൽ നടന്ന് നമുക്ക് ആ ഒരു കാടിൻ്റെ ഭംഗിയും ഡാമിൻ്റെ ഭംഗിയും പിന്നെ കുറേ പ്ലാന്റ്സിൻ്റെ ഭംഗിയൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റിയൊരു പ്ലേസാണ് വാഴാനി ഡാം എന്ന് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ പോയത് സൺഡേ ആയതുകൊണ്ട് തന്നെ കുറച്ചധികം ആളുകളുണ്ടായിരുന്നു. പിന്നെ സ്കൂൾ ലീവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് പേര് പുറത്തുനിന്നും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ചധികം പിന്നെ നടന്ന് പറഞ്ഞ തൂക്കുപാലത്തും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇനി ഒരു ഇത്തിരി അധികം നമുക്ക് ആസ്വദിക്കാൻ പറ്റിയ കുറച്ച് കാടും കാര്യങ്ങളെല്ലാം നമ്മൾ വാക്ക് ചെയ്ത് ഇനി ഞങ്ങൾ ഗാർഡനിലേക്കാണ് എത്തുന്നത്. അതിനിടയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ കാണാനുണ്ട് കേട്ടോ. ചെറിയ ഇതുപോലുള്ള വെള്ളച്ചാലുകളും പിന്നെ വെള്ളക്കെട്ടുകളും പിന്നെ നല്ല ഗ്രീനറി ആയിട്ടുള്ള നമുക്ക് കാണാൻ പറ്റുന്ന കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കാടിൻ്റെ ഭംഗിയും പിന്നെ നമുക്കൊന്ന് റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റിയ ചെറിയ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചധികം നടന്ന് കാണാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് ഇത്. കുറച്ചധികം ആസ്വദിക്കാൻ പറ്റിയ ഒരു നല്ലൊരു ഫീലിംഗ് തരുന്ന ഒരു സ്ഥലമാണത്. അപ്പോൾ ഞങ്ങൾ ഗാർഡനിലേക്ക് എത്തി. അപ്പോൾ അവിടെ കുറച്ച് നേരം ഇരുന്ന് ഒന്ന് റിലാക്സ് ആയിട്ടോ നല്ല മൈൻഡ്ഫുൾ ആയിട്ടുള്ള ഒരു ടൈമുകളാണ് അതൊക്കെ. അപ്പോൾ നമുക്ക് എല്ലാ ഡിസ്ട്രാക്ഷനിൽ നിന്നും ഒന്ന് റിലീസ് ചെയ്യാൻ അല്ലെങ്കിൽ ഒന്ന് നമുക്ക് റിലാക്സ് ആവാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പ്ലേസാണത്. അപ്പോൾ നമ്മൾ നമ്മുടെ വീടിൻ്റെ അടുത്തോ നമ്മുടെ നാട്ടിലതുപോലെ ഡാമും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് അവിടെ പോയിരുന്ന് ഇതുപോലെയൊക്കെ ഒന്ന് നമ്മുടെ ഇമോഷനെ ഫ്രീ ആക്കി വിടാവുന്നതാണ്. അത് നല്ലൊരു ഹീലിംഗ് നമുക്ക് തരും. നമുക്ക് ഒരു കൂടുതൽ പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവം ഇതാണ് കേട്ടോ. നമ്മുടെ നാച്ചുറൽ വാക്കിംഗ് എന്ന് പറയുന്നത്, അവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യുന്നത് നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു എനർജി തന്നെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇപ്പോൾ ഗാർഡനിലിരുന്ന് അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും നടന്നു ഗൈസ്. അപ്പോൾ